കഴിഞ്ഞ ദിവസം എറണാകുളം ഇടക്കൊച്ചിയെ കുറച്ചധിക സമയം മുൾമുനയിൽ നിർത്തിയ ആനയുടെ വാർത്ത നമ്മൾ കണ്ടതാണ്. എഴുന്നള്ളിപ്പിനായി ആനകളെ ഇറക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളെപ്പറ്റി നിരവധി ചർച്ചകൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. എന്നാൽ ഉത്സവങ്ങളിൽ ക്ഷേത്രങ്ങളുടെ നടുത്തളത്തിൽ ആനകൾ കലിതുള്ളുന്നത് സ്ഥിരം സംഭവമായും മാറിയിരിക്കുന്നു. ഇടക്കൊച്ചിയിലെ ആന ഇടഞ്ഞ സംഭവമാണ് ഒടുവിലത്തെ ഉദാഹരണം. തുടരെ ഉണ്ടാകുന്ന ആന ഇടയലുകൾക്കും ആന ആക്രമണങ്ങൾക്കും അറുതിയുണ്ടാകണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു മാസത്തിനിടയിലെ 2 സായാഹ്നങ്ങൾ. കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ വൈകുന്നേരത്ത് പൊലിഞ്ഞത് 3 ജീവനുകളായിരുന്നു. അമ്മുകുട്ടിയും ലീലയും രാജനും തൽക്ഷണം മരിക്കുകയായിരുന്നു. പീതാംബരൻ, ഗോകുൽ എന്നീ 2 ആനകളായിരുന്നു ഇടഞ്ഞത്. പിന്നാലെ വനം വകുപ്പിന്റെ അന്വേഷണം. കർശന ജാഗ്രത പുലർത്തുമെന്ന് ഉറപ്പ്. ഒരാനയെ മാത്രം എഴുന്നള്ളിക്കാനാണ് അനുമതി നൽകിയതെന്നായിരുന്നു വനം വകുപ്പിന്റെ വിശദീകരണം. നാട്ടാന പരിപാലന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചു എന്ന സംശയം ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമപരമായി നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കൃത്യം 1 മാസം എത്തുന്നതിന് മുൻപ് ഇടക്കൊച്ചിയിലെ ആനയിടയിൽ ആളപായമില്ല എന്നത് മാത്രമാണ് ആശ്വാസം. ചുരുങ്ങിയ നിമിഷം കൊണ്ട് പ്രദേശമാകെ ഉടലെടുത്തത് വലിയ ഭീതി. കൃത്യസമയത്ത് വനം വകുപ്പിന് ഇടപെടലുണ്ടാകാത്തത് സ്ഥിതി ഭയാനകമാക്കിയെന്നാണ് കൗൺസിലറുടെ ആരോപണം. കൃത്യമായി ഇടപെടേണ്ടതാണ് വനം വകുപ്പ്. ഞാനിപ്പോൾ കുറ്റം അടിച്ചേൽപ്പിക്കുകയല്ല. എന്നാലും ഈ 3.25 മണിക്കൂറോളം ഇടക്കൊച്ചിയിലെ ജനങ്ങളെ പരിഭ്രാന്തരാക്കുവാനായിട്ട് ഇന്നലെ അവർക്കൊരു ആനേനൊന്ന് തടയിടുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ള എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അവരാണല്ലോ ചെയ്യേണ്ടത്. പക്ഷെ അവർ ഇന്നലെ ഇവിടെ വന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. കൊയിലാണ്ടിയിലേതിന് സമാനമായി അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. നാട്ടാന പരിപാലന ചട്ടം പാലിച്ചാണോ ആന എഴുന്നള്ളിപ്പിനായി ഇറക്കിയെന്നുള്ള അന്വേഷണമാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ചൂട് ക്രമാതീതമായി വർദ്ധിച്ചതാണ് ആന ഇത്തരത്തിലേക്ക് പ്രതികരിച്ചതെന്ന് വ്യക്തമാക്കുന്നതാണ് വനം വകുപ്പിന്റെ പ്രതികരണം. എന്തായാലും ആനകളെ ഇത്തരത്തിലേക്ക് ഇറക്കുന്നതിൽ നിയമാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. എന്താണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് നോക്കാം. ചൂട് കൂടുന്നതും പിന്നെ ആൾക്കാരുടെ ശല്യം ഇതാണ്. ഇന്നലെ ആന വന്നപ്പോൾ മുതൽ തന്നെ കുറേ ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരുന്നത് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഗവൺമെൻറ് എന്തൊക്കെയാണ് ശക്തമായിട്ട് ഇതാക്കണമെന്ന് വെച്ചാൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ ഒന്നാമത് ഇവിടെ സ്കൂളും കൂടിയല്ലാണ്. പിള്ളേർ സ്കൂളിലുണ്ടായതുമാണ്. ആന ഇടഞ്ഞ് സ്കൂളിലായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് അത് തീർച്ചയായും ഇതാവും. മനുഷ്യർക്ക് പോലുള്ള അസ്വസ്ഥതകൾ ആനകൾക്കും ഉണ്ടാകാമെന്നും നാട്ടാന പരിപാലന നിയമം കർശനമാക്കണമെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. ആന പരിപാലനത്തിലും ആന സംരക്ഷണത്തിലും ആന എഴുന്നള്ളിപ്പിലും കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കണമെന്ന് വ്യക്തമാക്കുന്ന സംഭവവികാസങ്ങളാണ് ദിനം പ്രതി പുറത്തു വരുന്നത്. ഇനിയെങ്കിലും വനം വകുപ്പ് ജാഗ്രത കാണിച്ചെങ്കിലേ മതിയാകൂ, ശ്രദ്ധ പുലർത്തിയെങ്കിലേ മതിയാവൂ. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ സന്തോഷ് ശേഖർക്കൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ.